എറണാകുളം തൃക്കാക്കരയിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ സിവിൽ പോലീസ് ഓഫീസർ മർദ്ദിച്ചതായി പരാതി. തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്നായിരുന്നു മർദ്ദനം. മർദ്ദനമേറ്റ ജോയലിനെ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NGO ക്വാർട്ടേഴ്സിന്റെ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു വണ്ടി വന്ന് ഇടിക്കുക ചെയ്ത് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും വീണ്. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന് ഞാൻ വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ എഴുന്നേറ്റ് വന്ന് തന്നെ ഇടിക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ പോലീസാന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് പറഞ്ഞ് കേസൊന്നും കൊടുക്കണ്ട, പുള്ളിക്കാരൻ എന്നെ എടുത്തോളാം എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് ഇടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പുള്ളി ഇടിക്കുമായിരുന്നു. അങ്ങനെ നാട്ടുകാർ കൂടി. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, എന്താണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം? അപ്പം ഈ പരിക്ക് ഗുരുതരമാണോ? തീർച്ചയായിട്ടും അനീഷ, ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ജോയലും അതുപോലെ തന്നെ ഈ സിവിൽ പോലീസ് ഓഫീസറായ നിർമ്മൽ കുമാറിന്റെയും വാഹനം പരസ്പരം ഇടിക്കുകയായിരുന്നു. ഇരുചക്ര വാഹനമായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഫിസിയോതെറാപ്പിസ്റ്റായ ജോയലിന് നേരെ മർദ്ദനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം നടക്കുന്ന തൃക്കാക്കര NPO സമീപത്തായിരുന്നു. അതുപോലെ വൈകിട്ട് 5:30 കൂടിയായിരുന്നു സംഭവം. തുടർന്ന് ഈ നാട്ടുകാർ ഇടപെടുകയും തുടർന്ന് പോലീസുകാർ എത്തിയാണ് അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു മർദ്ദനത്തിന്റെ കാരണം ഈ ഒരു വാഹന അപകടം ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. അതിനെ തുടർന്നായിരുന്നു ഈ ഒരു മർദ്ദനവും ഉണ്ടായത്. തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃക്കാക്കര പോലീസിന് ജോയൽ പരാതി നൽകി.